നമ്മളോടൊപ്പം അതിഥികളായി CPIM നേതാവ് അരുൺകുമാറും BJP നേതാവ് ജിജി ജോസഫുമാണ് ചേരുന്നത്. ആദ്യം ശ്രീ അരുൺകുമാർ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് എന്നതായിരുന്നു 2019 ഉണ്ടായിരുന്നത്. അതിതാ 2024 എത്തുമ്പോഴും മാറ്റമില്ലാത്ത സാഹചര്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ കൂടുതൽ നഷ്ടമാണ്. കാരണം പിന്നീട് ജോസ് കെ മാണി വിഭാഗം വന്നതോടെ ഇടതുപാളയത്തിൽ നിന്ന് 2 പേർ എന്നെങ്കിലും അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നു. ഇത് കനത്ത തിരിച്ചടിയായി മാറുകയല്ലേ? 12 സീറ്റുകളിൽ വരെ വിജയിക്കുമെന്ന കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിക്കുന്ന ഫലമായി മാറിയില്ലേ ഇപ്പോഴത്തേത്? കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ആ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിലും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിലുമെല്ലാം ഇടതുപക്ഷ കക്ഷികൾ വളരെ യോജിപ്പോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തീരുമാനിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും. പക്ഷേ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിൽ ഞങ്ങൾ മത്സരിച്ച 2 സീറ്റിൽ CPM മത്സരിച്ച 2 സീറ്റ്, CPI മത്സരിച്ച 2 സീറ്റിലും ഇപ്പോൾ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഞങ്ങൾ CPM മത്സരിച്ച സീറ്റ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. കേരളത്തിൽ ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു വിജയമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ വിജയം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് വോട്ടിംഗിന്റെ പാറ്റേൺ ഒക്കെ പുറത്തു വരുന്നേ ഉള്ളൂ. വോട്ടിംഗ് ശതമാനം പരിശോധിക്കണം. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം ഞങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് കുറവ് വന്നത് എന്ന് പരിശോധിക്കും. അപ്പോഴും ശ്രീ അരുൺകുമാർ, അതായത് 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞത് അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല. ഇടതുപക്ഷത്തിന് ഉറപ്പായുള്ള ചില വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ മാത്രം പോൾ ചെയ്യപ്പെട്ടാൽ മതി ഞങ്ങൾക്ക് വിജയിക്കാൻ എന്ന ആത്മവിശ്വാസമായിരുന്നു പ്രകടിപ്പിച്ചത്. അപ്പോൾ ഈ ഫലം പുറത്തു വരുമ്പോൾ ഇടതുകോട്ടകളിൽ അടക്കം ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെന്തുകൊണ്ടായിരിക്കാം? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാം ഉണ്ടാക്കുന്ന ഒരു നേട്ടം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടാറില്ല. അത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് ഓരോ ലോകസഭാ തെരഞ്ഞെടുപ്പും വിശദമായി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അത് 2004 മാത്രമാണ് അതിന് അപവാദമായി LDFന് ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോ ഇടതുപക്ഷ കോട്ടകളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് വരാത്തതിന്റെ കാരണം എന്താണ്? അത്തരത്തിലുള്ള സൂക്ഷ്മമായിട്ടുള്ള പരിശോധന ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തിമ ഫലം വന്നതിന് ശേഷം ഉണ്ടാകും. എവിടെയൊക്കെയാണോ കുറവ് വന്നത് എന്ന് പരിശോധിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും. 2019 ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രം കിട്ടി. വലിയ തരത്തിൽ തിരിച്ചടി നേരിട്ടപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി അതിശക്തമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചപ്പോഴാണ് 2020 ഡിസംബർ മാസത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 5 തലത്തിലേക്കും വലിയ വിജയം നേടാൻ കഴിഞ്ഞത്. 6 കോർപ്പറേഷനിൽ 5 ജയിച്ചു, 14 ജില്ലാ പഞ്ചായത്തിൽ 12 ജയിച്ചു, 946 ഗ്രാമപഞ്ചായത്തിൽ 600 ഗ്രാമപഞ്ചായത്ത് ജയിച്ചല്ല നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 140 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 123 മണ്ഡലങ്ങളിലും LDF പിന്നിലായിരുന്നു. അത് പക്ഷേ 2021 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും 99 സീറ്റിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ കുറവുകൾ പരിശോധിക്കും. അതാണല്ലോ ഏറ്റവും പ്രധാനം. താങ്കൾ പറഞ്ഞെടുത്ത് തന്നെയാണ് അതിന്റെ പ്രാധാന്യം. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ വലിയ തിരിച്ചുവരവ് നടത്തിയിരുന്നു ഇടതുപക്ഷം എന്ന് മാത്രവുമല്ല, താങ്കൾ സൂചിപ്പിച്ച ആ ഡേറ്റകൾ തന്നെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണച്ച പല മണ്ഡലങ്ങളും തിരിഞ്ഞ വോട്ട് ചെയ്ത ഒരു സാഹചര്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് മാറുന്നു വീണ്ടും അരുൺകുമാർ. പ്രത്യേകിച്ച് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ UDFനാണ് മേൽക്കൈ നേടാൻ സാധിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായ ഡേറ്റകൾ ലഭിക്കുന്നതേയുള്ളൂ. അപ്പോൾ എന്താണത്? അത് സംസ്ഥാനത്ത് പ്രകടമാകുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം ആയിട്ടുണ്ടോ? അതിലേക്കൊന്നും ഇപ്പോ അഭിപ്രായം പറയാറായിട്ടില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ദേശീയ തലത്തിൽ കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തീരാ ദുരന്തം, അതുപോലെ ഭരണഘടനയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവികളും ദുരുപയോഗം ചെയ്യുന്ന വലിയ ഇടപെടലുണ്ടായി. അപ്പൊ അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള വിധിയെഴുത്തുണ്ടാകണം എന്ന് തന്നെയാണല്ലോ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത്.
അത് തന്നെ ഇപ്പൊ എല്ലാ എക്സിറ്റ് പോളും NDA വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നെല്ലാം പറഞ്ഞിട്ടും അതിന് ഘടകവിരുദ്ധമായി ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി എന്ന രൂപത്തിൽ കോൺഗ്രസിന് സാധാരണ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമുള്ള മുൻതൂക്കം, ആ മുൻതൂക്കം തന്നെയാണ് ജനങ്ങൾ അതിലൂടെ കണ്ടതെന്ന് വേണം ഇപ്പൊ അനുമാനിക്കാൻ. ഏതായാലും വിശദമായിട്ടുള്ള പരിശോധന നടത്തി ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് ഷെയർ കുറഞ്ഞത്, അതിലുള്ള പരിശോധനകൾ നടത്തി അതിന് തീർച്ചയായും അങ്ങനെയുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ പോലും തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. അവിടുത്തെ